ലോക ചരിത്രത്തിൽ പശ്ചിമേഷ്യയോളം അതായത് മിഡിൽ ഈസ്റ്റിനോളം അസ്ഥിരതയും നാടകീയതയും നിറഞ്ഞ മറ്റൊരു മേഖലയുണ്ടാകില്ല. ഒരു വശത്ത് സമാധാന ചർച്ചകളുടെ ശുഭസൂചനകൾ ഉയരുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധകാഹളങ്ങളും കടുത്ത പരസ്യ പ്രസ്താവനകളും അന്തരീക്ഷത്തെ ഉലയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദീർഘനാളത്തെ മിലിറ്ററി കോൺഫ്ലിക്റ്റുകൾക്കും വിനാശകരമായ ഇക്കണോമിക് സാങ്ഷൻസിനുമൊക്കെ താൽക്കാലിക വിരാമമിടാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടത്തിയ ഉന്നതതല ചർച്ചകൾ ലോകമെങ്ങും വലിയ പ്രതീക്ഷകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. എന്നാൽ ഈ അണിയറ നീക്കങ്ങൾക്കിടയിലും വാഷിംഗ്ടണിനെതിരെ ഇറാനിൽ നിന്ന് ഉയരുന്ന രൂക്ഷമായ ഭാഷയിലുള്ള മുന്നറിയിപ്പുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം വലുതാണ് എന്ന് വീണ്ടും അടിവരയിടുന്നു. അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഡൊണാൾഡ് ട്രംപിന്റെ പതനം കാണും വരെ തങ്ങൾക്ക് വിശ്രമമില്ല എന്നുമുള്ള ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായ അബ്ദുള്ള ഹാജി സദേഗിയുടെ പ്രഖ്യാപനം കേവലം ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ മാത്രമല്ല, മറിച്ച് കാലങ്ങളായിട്ട് തുടരുന്ന ഐഡിയോളജിക്കൽ ശത്രുതയുടെയും ആഭ്യന്തര അധികാര സമവാക്യങ്ങളുടെയും പ്രതിഫലനമാണ്. നയതന്ത്രത്തിന്റെ ടേബിളിൽ പുഞ്ചിരിയും അതുപോലെ കരാറുകളും കൈമാറുമ്പോഴും അണിയറയിൽ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന പശ്ചിമേഷ്യൻ യാഥാർത്ഥ്യത്തെയാണ് ഈ ഒരു സാഹചര്യം വെളിപ്പെടുത്തുന്നത്. നമുക്കിതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. മാസങ്ങളായി തുടരുന്ന കടുത്ത മിലിറ്ററി ഡിപ്ലോയ്മെന്റുകൾക്കും കപ്പൽ ഗതാഗത തടസ്സങ്ങൾക്കും പരിഹാരം കാണാൻ സ്വിറ്റ്സർലാൻഡിലെ ബർഗൻസ്റ്റോക്കിൽ നടന്ന സാങ്കേതിക ചർച്ചകൾ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ രൂപീകരിച്ച ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ തുടർച്ചയായിരുന്നു ഈ ചർച്ചകൾ. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിർച്വലായിട്ട് ഒപ്പുവെച്ച ഒരു താൽക്കാലിക സമാധാന കരാർ വലിയൊരു സാമ്പത്തിക ആശ്വാസത്തിനാണ് വഴി തുറന്നത്. ഇതിന്റെ നേരിട്ടുള്ള ഫലമെന്നോണം ഇറാൻ നിർമ്മിത എണ്ണ, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് US ട്രഷറി വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ OFAC കൃത്യം 60 ദിവസത്തെ ഒരു ടെമ്പററി ലൈസൻസ് അനുവദിക്കുകയും ഉണ്ടായി. ഈ താൽക്കാലിക ഇളവ് ഗ്ലോബൽ എനർജി മാർക്കറ്റിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. ആഗോള എണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്കുപാതയായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കാൻ ഈ ധാരണ സഹായിച്ചു എന്നത് ചെറിയൊരു കാര്യമല്ല. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് യുദ്ധഭീതിയിൽ നിശ്ചലമായിരുന്ന ഈ ജലപാതയിലൂടെ വീണ്ടും എണ്ണക്കപ്പലുകൾ സഞ്ചരിച്ചു തുടങ്ങിയത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് തടയാൻ സഹായകരമായി. ചൈന ഉൾപ്പെടെയുള്ള വലിയ വിപണികളിലേക്ക് ഇറാന്റെ എണ്ണ വീണ്ടും നിയമപരമായിട്ട് ഒഴുകാൻ തുടങ്ങിയതോടെ ആഗോളതലത്തിൽ സെക്കൻഡറി സാങ്ഷൻസിന്റെ ഭീഷണിയിലായിരുന്ന വിദേശ കമ്പനികൾക്ക് ഇതൊരു താൽക്കാലിക ശ്വാസം വിടലായിട്ട് മാറുകയായിരുന്നു. എങ്കിലും ഈ 60 ദിവസത്തെ കാലാവധിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന ചോദ്യം വലിയൊരു സാമ്പത്തിക അനിശ്ചിതത്വമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ലെവലിൽ പുരോഗതിയുണ്ട് എന്ന് ഇരുപക്ഷവും സമ്മതിക്കുമ്പോഴും തർക്ക വിഷയങ്ങളിൽ ഇപ്പോഴും പുകമറകൾ വ്യക്തമാണ്. അതായത് സ്വിറ്റ്സർലാൻഡിലെ ഉച്ചകോടിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ ചർച്ചകളെ ഒരു സുപ്രധാന കരാറിലേക്കുള്ള നല്ല തുടക്കമായിട്ടാണ് വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ അതായത് IAEA ഇതിന്റെ ഇൻസ്പെക്ടർമാർക്ക് ഇറാനിലെ ആണവ നിലയങ്ങളിൽ വീണ്ടും പരിശോധന നടത്താൻ അനുമതി നൽകാൻ ടെഹ്റാൻ സമ്മതിച്ചതായിട്ട് വാൻസ് അവകാശപ്പെട്ടു. ആണവ നിർവ്യാപന രംഗത്ത് ഇതൊരു വലിയ നാഴികക്കല്ലാണ് എന്നും ട്രംപ് ഭരണകൂടത്തിന്റെ ശക്തമായ പ്രഷർ ടാക്ടിക്സിന്റെ വിജയമാണ് എന്നും വാഷിംഗ്ടൺ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ ജനതയ്ക്കും സഖ്യകക്ഷികൾക്കും മുന്നിൽ തങ്ങളുടെ നയതന്ത്രം ഫലം കാണുന്നു എന്ന് കാണിക്കേണ്ടത് ട്രംപ് ഭരണകൂടത്തിന്റെ വലിയൊരു രാഷ്ട്രീയ ആവശ്യമാണ്. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഔദ്യോഗികമായ ആണവ ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നും സ്വിറ്റ്സർലാൻഡിൽ നടന്നത് കേവലം സാങ്കേതികവും മുൻധാരണകൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. ചർച്ചകളുടെ ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവനകളെ തുടർന്ന് ചതുർകക്ഷി ചർച്ചകളിൽ നിന്ന് ഇറാൻ പ്രതിനിധികൾ താൽക്കാലികമായി മാറി നിന്നതായും റിപ്പോർട്ടുകളുണ്ട്. മധ്യസ്ഥരായ ഖത്തറും പാകിസ്ഥാനും ചേർന്ന് കാര്യങ്ങൾ വീണ്ടും സമാധാനിപ്പിച്ചാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറുന്ന തരത്തിലുള്ള യാതൊരു നിബന്ധനകളും അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ശക്തി കേന്ദ്രമായ IRGCയുടെ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകളും ഭീഷണികളും ഉയരുന്നത് യാദൃശ്ചികമല്ല. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ IRGCയിലെ പ്രതിനിധിയായ അബ്ദുള്ള ഹാജി സദേഗി നടത്തിയ പ്രസ്താവന ഇതിന്റെ വലിയൊരു തെളിവാണ്. ട്രംപിനെ പുരാതന ഈജിപ്തിലെ സ്വച്ഛാധിപതിയായ ഫറവോയോടാണ് സദേഗി ഉപമിച്ചത്. ഇറാനിയൻ ജനതയുടെ രോഷത്തിൽ ട്രംപിനെ നശിപ്പിക്കുന്നതുവരെ തങ്ങൾ വിശ്രമിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാനിലെ ഹാർഡ് ലൈനേഴ്സ്, അതായത് തീവ്ര നിലപാടുകാർ ഈ നയതന്ത്ര ചർച്ചകളെ എത്രത്തോളം സംശയത്തോടെയാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇറാനിലെ ആഭ്യന്തര ഭരണകൂട വ്യവസ്ഥയിൽ പ്രസിഡന്റ് നയിക്കുന്ന സിവിൽ ഗവൺമെന്റും പരമോന്നത നേതാവിന്റെ കീഴിലുള്ള സൈനിക മത നേതൃത്വവും തമ്മിൽ പലപ്പോഴും ഇത്തരം ആശയപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാറുണ്ട്.
സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി ധാരണയിലെത്താൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയുടെ ചതിക്കുഴികളിൽ വീഴരുതെന്ന് ഓർമ്മിപ്പിക്കാനാണ് സൈനിക നേതൃത്വം ശ്രമിക്കുന്നത്. മുൻപ് ഒപ്പുവെച്ച പല അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും, പ്രത്യേകിച്ച് സുപ്രധാനമായ ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ തങ്ങളുടെ അവിശ്വാസത്തെ ന്യായീകരിക്കുന്നത്. ഈ ഒരു ഇന്റേണൽ പ്രഷർ കാരണം ഇറാന്റെ ചർച്ചാ സംഘത്തിന് കടുത്ത ജാഗ്രത പുലർത്തേണ്ടി വരുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ മറ്റ് യുദ്ധമുഖങ്ങളിൽ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക അധിനിവേശം ഇപ്പോഴും തുടരുകയാണ്. നയതന്ത്ര നീക്കങ്ങൾ സജീവമാണെങ്കിലും ദക്ഷിണ ലെബനനിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5000-നടുത്ത ആളുകളാണ് ഇതിനകം കൊല്ലപ്പെട്ടത്. ഇതിൽ വലിയൊരു പങ്കും പാവം സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് യുദ്ധത്തിന്റെ ക്രൂരത വ്യക്തമാക്കുന്നു. ശതകോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് ലെബനനിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതും US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനത്തിന് തയ്യാറെടുക്കുന്നതും. റീജിയണൽ അലയൻസുകളെ കൂടെ നിർത്താനും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും ഇരുപക്ഷവും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണിത്. യുദ്ധങ്ങൾ തകർക്കുന്ന സമ്പദ് വ്യവസ്ഥകളും മനുഷ്യജീവനുകളും ഒരു വശത്ത് വലിയ ദുരന്തമായി തുടരുമ്പോൾ ലോകത്തെ പ്രമുഖ ആത്മീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ പലപ്പോഴും അധികാര രാഷ്ട്രീയത്തിന്റെ കോലാഹലങ്ങളിൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആയുധങ്ങൾക്കായിട്ട് കോടികൾ ഒഴുക്കുന്ന ലോകം പട്ടിണി നിർമ്മാർജ്ജനത്തിനായിട്ട് ആ ഒരു തുക ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്രയോ മനുഷ്യർ രക്ഷപ്പെടുമായിരുന്നു എന്ന ചിന്ത ഭൗമരാഷ്ട്രീയത്തിന്റെ ക്രൂരമായ മറ്റൊരു മുഖമാണ്. അപ്പോൾ അവസാനം നമ്മൾ എത്തുന്ന ചോദ്യം ഇതാണ്: അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള ധാരണ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമോ, അതോ ഇതൊരു 60 ദിവസത്തെ നാടകം മാത്രമാണോ? ഡൊണാൾഡ് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്തതും പ്രവചനാതീതവുമായ വിദേശ നയവും ഇറാന്റെ പ്രത്യയശാസ്ത്രപരമായ കടുത്ത നിലപാടുകളും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഏറ്റുമുട്ടാം. വാഷിംഗ്ടണിലെ ഭരണമാറ്റങ്ങളും ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ശക്തി പ്രകടനങ്ങളും ഈ കരാറിന്റെ ആയുസ് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. പരസ്പരം വിശ്വസിക്കാൻ കൊള്ളാത്ത ശത്രുക്കളായിട്ട് കാണുമ്പോഴും സാമ്പത്തികവും സൈനികവുമായ താൽപര്യങ്ങൾ മുൻനിർത്തി ഇരു രാജ്യങ്ങൾക്കും താൽക്കാലികമായിട്ട് ഒത്തുതീർപ്പുകളിൽ എത്തേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വരും ആഴ്ചകളിൽ നടക്കുന്ന സാങ്കേതിക തലത്തിലുള്ള ചർച്ചകളുടെ പുരോഗതിയും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷിതത്വവും മാത്രമായിരിക്കും ഈ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നത് വ്യക്തമാക്കുക. അതുവരെ പശ്ചിമേഷ്യയിലെ ജനതയ്ക്കും ആഗോള വിപണിക്കും അവിശ്വാസത്തിന്റെ നിഴലിൽ താൽക്കാലികമായ ഈ ആശ്വാസത്തിൽ ഒതുങ്ങേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.